ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഏദം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ജോനുവിൻ്റെ സ്കൂളിൽ റെഡ് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിനായിട്ട് നമുക്കൊരു ഫാൻസി ഡ്രസ്സ് ചെയ്യാനുണ്ടായിരുന്നു. കൂടാതെ അവനൊരു സോങ്ങും പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ആപ്പിൾ, സ്ട്രോബെറി, ഫയർ ട്രക്ക് ഇതൊക്കെ എല്ലാവരും കാണുന്നതാണ്, ബ്ലഡ് ഇതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കൊരു ആൻറ്റിനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജോനും അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി അതിനായിട്ടുള്ള ചാർട്ട്, അതുപോലെ തന്നെ പെൻസിൽ, അങ്ങനത്തെ എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വന്നു കേട്ടോ. മെയിനായിട്ട് നല്ല കട്ടിയുള്ള ചാർട്ടാണ് ഇതിനായിട്ട് വേണ്ടത്. ചാർട്ട് വെച്ചാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് കേട്ടോ. കുറച്ചുകൂടി എളുപ്പത്തിന് നമുക്ക് ആകെ ഒരു 1 ഡേ കൊണ്ട്, നമ്മളൊരു രാത്രി കൊണ്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. 1 ഡേ അല്ല, 1 നൈറ്റും കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യാമെന്നൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഇതേ നല്ല കട്ടിയുള്ള 20-ൻ്റെയൊക്കെ ചാർട്ടാകുമ്പോൾ കുറച്ച് നല്ല കട്ടിയുള്ള ചാർട്ട് കിട്ടും നമുക്ക്. അപ്പോൾ 20-ൻ്റെ ഒരു ചാർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ആദ്യം ഞങ്ങൾ 2 എണ്ണമാണ് വാങ്ങിയത് കേട്ടോ. 2 എണ്ണത്തിൽ തികയെന്ന് വിചാരിച്ചിട്ട് തികയാത്തതുകൊണ്ട് 3 ചാർട്ട് വാങ്ങി കേട്ടോ. എന്നിട്ട് അത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പെൻസിൽ വെച്ച് ആദ്യം ആ ഉറുമ്പിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തു കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെയിം അളവിൽ ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു ചാർട്ടും കൂടി, അടിയിലുള്ള ചാർട്ടും കൂടി സെയിം അളവിൽ ആദ്യം ഒന്ന് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതന്നെ നമുക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള ചാർട്ടും കൂടി നമുക്ക് അങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം ഉറുമ്പിൻ്റെ ആ ഒരു റൗണ്ടുകൾ നമ്മളൊന്ന് കൈകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൈ വെട്ടിയെടുക്കാൻ പോവുകയാണ്. കൈയല്ല, ഉറുമ്പിന് 6 കാലുകളും 2 കൊമ്പുകളുമാണ് ഉള്ളത് കേട്ടോ. ഇത് ജോനു പറയാനുള്ള ഫാൻസി ഡ്രസ്സിൻ്റെ കോട്ട്സിലുള്ളതാണ് കേട്ടോ. എനിക്ക് 6 കാലുകളും 2 കൊമ്പുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 6 കാല് സെറ്റാക്കാം. അപ്പോൾ ആദ്യത്തെ ഈ ചാർട്ടിൻ്റെ സൈഡ് പീസ് വെച്ച് തന്നെ നമുക്ക് ഒരു 2-3 കാല് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് കാലിൻ്റെ ഷേപ്പിൽ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക പെൻസിൽ ഉപയോഗിച്ചിട്ട്. ഇങ്ങനത്തെ ഒരു ഷേപ്പ് കുറച്ച് നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഉറുമ്പ് നടക്കുമല്ലോ, നിൽക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോത്തൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചതാണ്. പിന്നെ റെഡ് തീം ആയതുകൊണ്ട് നമുക്ക് റെഡ് കളറിൽ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം റെഡ് ഡേ ആണല്ലോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ക്ലോത്തൊന്നും എൻ്റെ കയ്യിൽ അപ്പോൾ അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ചാർട്ട് വാങ്ങി പെട്ടെന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ 2 ചാർട്ടിൻ്റെ സൈഡ് പീസ് വെച്ചിട്ട് 3 കാലുകൾക്കുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ എക്സ്ട്രാ വീണ്ടും ഒരു ചാർട്ട് വാങ്ങി. ആദ്യം വാങ്ങിയ ചാർട്ടിൻ്റെ അത്ര കട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് ഇത്തിരി കട്ടി കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത് വെച്ച് രണ്ടല്ല ഒരു 3 കാലുകളും കൂടി സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചാർട്ടിൻ്റെ വെട്ടിയ ഒരു കാലിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എല്ലാതും നമുക്ക് സെയിം അളവിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതേ 3 എണ്ണം, ആദ്യത്തേന് 3 എണ്ണം ഈ ചാർട്ടൊന്നും കൂടി ആയിട്ട് അങ്ങനെ 6 കാലുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുഖമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, ഉറുമ്പിൻ്റെ ഫേസ്. അപ്പോൾ അതിനായിട്ട് ഈ ചാർട്ടിന് കട്ടി കുറവായതുകൊണ്ട് തന്നെ, ഇത് 10 രൂപയുടെ ചാർട്ടാണ് കേട്ടോ. കട്ടി കുറവായതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കട്ടി കിട്ടും. അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആകുമ്പോൾ തൊട്ടാലോ വലിച്ചാലോ ഒക്കെ അത് പെട്ടെന്ന് നമുക്ക് കീറിപ്പോകും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒട്ടി ഉണങ്ങിയതിന് ശേഷം ഞാൻ ഉറുമ്പിൻ്റെ ഫേസ് വരച്ചു കൊടുക്കുകയാണ്. ഒരു ഓവൽ ഷേപ്പ് എന്നൊക്കെ പറയാം, അങ്ങനെയാണല്ലോ ഉറുമ്പിൻ്റെ ഒരു ഫേസ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ട് അതൊന്ന് ഡാർക്കൻ ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് വെട്ടിയെടുക്കാൻ പാകത്തിന് ഫേസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 കണ്ണുകളാണ് കേട്ടോ. അത് നമ്മൾ എന്താ പറയുക, ആർക്കാണോ ഇത് ചെയ്യുന്നത് അവരുടെ മുഖത്ത് വെച്ചിട്ട് ഈ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുക. കണ്ണുകളൊക്കെ അല്ലാണ്ട് നമ്മുടെ ഒരു അളവിന് വെട്ടുമ്പോൾ ചിലപ്പോൾ കണ്ണുകളൊന്ന് കയറിയും ഇറങ്ങിയും അല്ലെങ്കിൽ അവരുടെ ഫേസിന് അത് ഫിറ്റാവാത്ത പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനിത് ജോനിയുടെ ഫേസിലൊന്ന് വെച്ച് നോക്കി കണ്ണുകളൊക്കെ എവിടെയാണ് വരണേന്നൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് പിന്നെ ഞാൻ കണ്ണുകളൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചാർട്ടിൻ്റെ ലെങ്ത്തും നമ്മൾ പിള്ളേർക്കൊന്ന് വെച്ച് നോക്കണം കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ. എന്നിട്ട് വേണം ആ ചാർട്ടിൻ്റെ മെയിൻ ബോഡി പോർഷനും വെട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ സൈഡിലെ കണ്ണുകൾക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഷീറ്റ് എടുത്തിട്ട്, നമ്മുടെ ഒരു A4 ഷീറ്റ് മടക്കിയാലും മതി. ഇവിടെ ഒരു കുറച്ച് ഒരു എന്താ പറയുക, വേറൊരു ഷീറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കല്യാണക്കുറിയുടെ ഷീറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തിട്ടാണ് ഫേസിലേക്ക് വേണ്ട, അതായത് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തേക്ക് കൂടി ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടി ഒന്ന് മുറിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴത്തെ ആ ഒരു പീസിൻ്റെ 2 കണ്ണുകളും കൂടി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണുകൾ ശരിക്കും പുറത്തേക്ക് കാണാൻ പറ്റും. അവർക്കും പുറത്തുള്ളവരെ കാണാൻ പറ്റും കേട്ടോ. അതിനാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 കണ്ണ് കട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ.
മഴ നന്നായി പെയ്തു തുറന്നത് കൊണ്ട് തന്നെ നല്ല കാക്കയുടെ സൗണ്ടും കിളികളുടെ മാധുര്യമൂറുന്ന കുറേ സൗണ്ടുകൾ എൻ്റെ വർത്തമാനത്തിനിടയിൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ കുറേ നേരമായി ഇത് വോയിസ് ഓവർ ചെയ്യാനായിട്ടിരിക്കുന്നു. പക്ഷേ അപ്പം നല്ല മഴയായിരുന്നു. പിന്നെ ദേ ഇപ്പോൾ ഈ കാക്കകളുടെയും കിളികളുടെയും കരച്ചിൽ ഇവർ നിർത്തുന്ന ലക്ഷണമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് വോയിസ് ഓവർ ചെയ്യാമെന്ന്. അപ്പോൾ അവരുടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വോയിസിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വെട്ടി വെച്ചത് ഈ കണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് സൈഡിൽ കണ്ണിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് വെട്ടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ വൈറ്റ്നർ ഉണ്ടല്ലോ, നമ്മുടെ പേനയൊക്കെ കൊണ്ട് എഴുതിയ മായ്ക്കണത്, അത് വെച്ച് സൈഡിൽ ഒന്നും കൂടി ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇത് ചെയ്ത് തീർന്നപ്പോൾ നൈറ്റ് 1 മണിയായി കേട്ടോ. 1 മണിയോടടുത്ത് ഞാനിത് ഇരുന്നിട്ടാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഇപ്പം തന്നെ സമയം 11 മണിയായി. ഞാൻ ഇതിൻ്റെ തല വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചായനും ജോനും ഒക്കെ പോയി കിടന്നുറങ്ങി. ഞാൻ ഇതിൻ്റെ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ അവൻ സ്കൂളിൽ പോകുമ്പോൾ ഒട്ടും ടൈം ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ പിന്നാലെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കെട്ടാനായിട്ട് ലൈസോ ചാക്ക് ചരടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഫ്രണ്ടും ബാക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കും ഫ്രണ്ടും കൂടി നമുക്ക് ഉടുപ്പ് കിട്ടുന്ന പോലെ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം. അത് ടൈ ചെയ്യണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞ പോലെ ജോനുവിൻ്റെ വീഡിയോ ഇടാം കേട്ടോ, അവൻ സ്കൂളിൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മുടെ റെഡ് തീം ആയതുകൊണ്ട് റെഡ് കളറുള്ള ഈ സാറ്റൻ റിബണൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ചാക്കുനൂലിനേക്കാളും ആ കളറൊന്നും മാച്ചിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ടൈയിൻ്റെ ആ ഒരു സാറ്റൻ റിബൺ ടൈ ചെയ്യണതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ മെയിനായിട്ടുള്ള നമ്മുടെ ബോഡി പാർട്ടിനും ഹെഡിനും കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കളർ കൊടുക്കാനുള്ളൊരു പ്ലാനായിരുന്നു. റെഡ് പെയിൻറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒന്ന് കളർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പിന്നെ ഇവിടെ ഒരു റെഡ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന നൈസായിട്ടുള്ള പേപ്പറില്ലേ, ഈ ഹാങ് ചെയ്തിടാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതിന് 10 രൂപ അത്രയും കണ്ടുള്ളൂ ഒരു ഷീറ്റിന്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷീറ്റ്, ഒരു A4 ഷീറ്റിൻ്റെ വലുപ്പം ഉണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷീറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഫൈനൽ ആ കളർ ചെയ്യണതിന് പകരം ഫേസിൽ മാത്രം കളർ ചെയ്തിട്ട് ബോഡി പാർട്ട് മുഴുവൻ ഞാൻ ആ ഷീറ്റ് അങ്ങോട്ട് വെറുതെ പശ തേച്ച് ഒട്ടിച്ച് വിടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. ഒരു ഉറുമ്പിൻ്റെ ഒക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഈ പൊട്ടിച്ച് കളിക്കുന്ന സാധനമൊക്കെ ഇല്ലേ, നമുക്ക് ടിവിയും ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് ബബിൾ പോലത്തെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറിയ റൗണ്ട് ആക്കിയിട്ടും അത് ആ ഒരു ബോഡി പാർട്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുന്നത് ഞാൻ ഉറുമ്പിൻ്റെ കൊമ്പ് കട്ട് ചെയ്യാണ്. ജസ്റ്റ് ഈ ഫേസിൽ കട്ട് ചെയ്തെടുത്തതിൻ്റെ സൈഡിൽ ബാലൻസ് ഷീറ്റിലാണ് ഞാൻ 2 കൊമ്പുകളും കൂടി കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ചാർട്ടിന് കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ 4 കൊമ്പ് വെട്ടിയിട്ട് 2 വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് പിന്നെ ഞാനിത് ഈ ഫേസിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. നോർമലി പശ തന്നെ വെച്ചാൽ മതി, അത് ഒട്ടിക്കോളൂ കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. 1 മണി 1:30 ആയപ്പോഴേക്കും എൻ്റെ എന്താ പറയുക ആൻഡ് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ ജോന് സ്കൂളിലേക്ക് പോകണേക്ക് മുമ്പ് അവനെ ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. എനിക്ക് ആൾക്കാരും 2 കൊമ്പ്